റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ, ശ്രദ്ധിക്കുക, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും തുറന്നു വെക്കപ്പെടുന്നതാണ്. സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല അടിമകൾക്കും ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈആ. ഒന്നാമത്തെ കാര്യം അതാണ്. എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ലാ യുശ്രികു ബില്ലാഹി ഷൈആ. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ശിർക്ക് അള്ളാഹു അംഗീകരിക്കൂല. ശിർക്ക് ചെയ്തവരുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. എന്നാൽ ഇല്ലാ റജുലൻ, മുവഹിദായ ഒരാളാണെങ്കിലും ശിർക്കില്ലാത്ത ആളാണെങ്കിലും, ഇല്ലാ റജുലൻ കാന ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ, ഒരു വ്യക്തി തൻ്റെ സഹോദരനുമായി ഏതെങ്കിലും നിലക്ക് പിണക്കത്തിലാണെങ്കിൽ, അയാളുമായി തെറ്റി നിൽക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അൻളിറു ഹദൈനി ഹത്താ യസ്തലിഹാ, അൻളിറു ഹദൈനി ഹത്താ യസ്തലിഹാ, അൻളിറു ഹദൈനി ഹത്താ യസ്തലിഹാ. ഇവർ രണ്ടുപേരും നന്നായി തീരുന്നത് വരെ, ഇവരുടെ പിണക്കം മാറ്റുന്നത് വരെ ഇവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയില്ല. നമ്മുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും സ്വർഗത്തിന്റെ വാതിലുകൾ അതിനുവേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ മഗ്ഫിറത്ത് നൽകാതെ അവർക്ക് നീട്ടിവെക്കൂ, ഇപ്പോൾ മഗ്ഫിറത്ത് കൊടുക്കാനായിട്ടില്ല എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതുണ്ടാവാതിരിക്കാൻ സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. അത് സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഷിർക്ക്. അള്ളാഹു അത് അംഗീകരിക്കുന്നില്ല. റഹ്മാനായ റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ രണ്ടാമത് പിന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധമാണ് നന്നാക്കേണ്ടത്. അത് മോശമായാലും അവരുടെ അമലുകൾ തടയപ്പെടും, മഗ്ഫിറത്ത് തടയപ്പെടുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം.